എപ്പോഴും രാവിലെ ഇവിടെ വന്ന് നിന്നിട്ടാണ് വെയിൽ കൊള്ളുന്നത്. നല്ല രസമാണ് കാണാൻ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരും കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. ദിവസമൊന്നും വരത്തില്ല. ഇടയ്ക്കിടയ്ക്കാരി വന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോകാറുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ എണ്ണീറ്റതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 9 മണിയായി. ഓരോ ദിവസവും ഓരോ സമയത്ത് എണ്ണീക്കുന്നത്. ഇന്ന് 9 മണിക്ക് എണ്ണീറ്റ്. ചില സമയത്ത് 8 മണി, 8:30, 7 മണി, ചില സമയത്ത് നേരത്തെയൊക്കെ എഴുന്നേക്കും കേട്ടോ. ഇവിടെ രാവിലെ തന്നെ വെട്ടം മുറിയിലോട്ട് അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എണ്ണീക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമുക്കൊന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഇന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിക്കോളാം. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ഉള്ളൂ, വലിയ വീഡിയോ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും പോയി, ഞാനും ഗംഗമ്മോളും മാത്രമേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇവിടെ ഇച്ചിരി നേരം ഇരിക്കും കേട്ടോ. എന്നിട്ടൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കത്തുള്ളൂ. അപ്പോൾ പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് കാണാം. പല്ല് തേക്കുന്നതിന് മുമ്പ് ഇച്ചിരി നേരം വെയിൽ കൊള്ളണം. ഇത് വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. ഞാൻ എപ്പോഴും രാവിലെ ഇവിടെ വന്ന് നിന്നിട്ടാണ് വെയിൽ കൊള്ളുന്നത്. വൈകി എണീക്കുന്ന സമയത്ത് വെയിൽ കൊള്ളാനും പറ്റത്തില്ല. ഇച്ചിരി നേരത്തെ ഒരു 9 മണിക്ക് ഒക്കെ എണീക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിന്ന് വെയിൽ കൊള്ളും. 10 മണിക്കൊക്കെ ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പം എനിക്ക് 8.5 മാസമായി കേട്ടോ. അതായത് എനിക്കിപ്പോൾ 33 വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയാറായി. 33 വീക്ക് എന്ന് പറയാം. ഇത് പൊമഗ്രാനൈറ്റിൻ്റെ ചെടിയാണ് കേട്ടോ, അനാറിൻ്റെ. അത് വെച്ചിട്ട് വലുതായിട്ടൊന്നും ഇല്ല, ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ചെമ്പരത്തി, ഇത് ഡബിൾ ചെമ്പരത്തിയാണെന്ന് തോന്നുന്നു. ഉണ്ടോ? രാവിലെ തന്നെ ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. ഇച്ചിരി നേരം വെളിയിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അന്നേരത്തേക്ക് കണ്ടോ നല്ലപോലെ വേർത്ത് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്. വൈകുന്നേരമൊക്കെ ആവണം വെയിലൊക്കെ പോകണമെങ്കിൽ. ഞാനന്ന് ഇവിടെ വന്ന ദിവസം, അതായത് ഡെലിവറിക്ക് വേണ്ടി വന്നല്ലോ, അന്നേരമൊക്കെ എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു. വെയിൽ കൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. ദേഹമൊക്കെ അങ്ങ് ചൊറിഞ്ഞ് എന്നാന്നറിയത്തില്ല, ഭയങ്കര എരിച്ചൽ പോലെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ ചൂട്, ദേഹമൊക്കെ പൊട്ടുന്നതും. പിന്നെ ഇവിടെ വന്നിട്ട് ഇച്ചിരിയും കൂടെ കറുത്ത്. ഒന്നാമത് പ്രഗ്നൻസി ടൈമിൽ കറുക്കും, കഴുത്തൊക്കെ കണ്ടോ നല്ലപോലെ കറുത്ത്. ഇപ്പോൾ സ്കിൻ കെയർ ഒന്നും നോക്കുന്നേ ഇല്ല കേട്ടോ. പ്രഗ്നൻസി ആയതുകൊണ്ട് ഞാൻ ഒന്നും ഇടുന്നില്ല മുഖത്ത്. അപ്പോൾ നമുക്ക് കഴിക്കാം. രാവിലെ ദോശയും സാമ്പാറും ചായയും ഉണ്ട് കേട്ടോ. അമ്മ പിന്നെ രാവിലെ എല്ലാം കറിയൊക്കെ എല്ലാം വെച്ചിട്ട് പോകും. പിന്നെ എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അവളും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് പോലും ഇല്ല. അപ്പോൾ നമുക്ക് കഴിക്കാം. രാവിലത്തെ കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി മരുന്ന് കഴിക്കും. രാവിലെയും വൈകിട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ.
രക്ഷയ്ക്കില്ല മരുന്ന്. ഭയങ്കര കയ്പായത്. എന്തോ ഒരു മണമാണ് ഈ മരുന്നിന്. രാവിലത്തെ മരുന്നിന് മാത്രമേ ഉള്ളൂ. വൈകിട്ട് കഴിക്കുന്ന പിന്നെയും കുഴപ്പമില്ല. രാവിലെ കഴിക്കുന്നതിന് എന്തോ ഒരു മണമാണ്. ഇപ്പം പ്രഗ്നൻസി ടൈമിന് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി വെള്ളം കുടിക്കും കേട്ടോ, ഏറെ വെള്ളം കുടിക്കും. അല്ലെങ്കിൽ ഈ സമയത്ത് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാൻ പെട്ടെന്ന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ വെള്ളം കുടിക്കും കേട്ടോ. ആദ്യമൊന്നും ഞാൻ വെള്ളമേ കുടിക്കത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ചൂടും കൂടെ ആയതുകൊണ്ട് വെള്ളം കുടിക്കുന്ന അറിയത്തില്ല. എപ്പോഴും വെള്ളം കുടിക്കാൻ തോന്നും. അങ്ങനെ ഇച്ചിരി നേരം കൂടെ ഇരുന്നിട്ട് ഇനി കുളിക്കണം. അത്രയൊക്കെ തന്നെ. ഞാൻ നേരം ബീൻസൊക്കെ അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കും. ഞാനിപ്പോൾ പ്രഗ്നൻസി ആയതുകൊണ്ടാണ് എല്ലാ ദിവസവും എണ്ണ തേക്കുന്നത് കേട്ടോ. അല്ലാതെ ഒന്നും ഞാൻ എല്ലാ ദിവസവും എണ്ണ ഒന്നും തേക്കത്തില്ല. പിന്നെ ഇന്നലെ സൺഡേ അല്ലായിരുന്നു, ഒന്നപ്പം ഷാമ്പൂ ഒക്കെ ഇട്ടതാ. പിന്നെ ഇച്ചിരി എണ്ണ തേച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇനി കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടും കൂടെ നല്ല വിയർപ്പാണ്. അയ്യോ, കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു കിതപ്പാണ്. പിന്നെ അത് കുറച്ച് നേരം കാണത്തുള്ളൂ, പിന്നെ അങ്ങ് മാറിക്കോളും കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് സ്കിന്നൊക്കെ അങ്ങ് ഒത്തിരി ഡ്രൈ ആവും കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. ചെറുതായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും. ഉപയോഗിച്ച് തീരാറായി. നല്ലപോലെ ഡ്രൈ ആകും കേട്ടോ. ഞാനിത് ആദ്യം മുതലേ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും കേട്ടോ മുഖമൊക്കെ. നല്ലതായി. എനിക്കിതാ ചേരുന്നത്. ഇനി സൺസ്ക്രീനും കൂടെ ഇടാം. ഇവിടെ പിന്നെ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്നും സൺസ്ക്രീനൊക്കെ ഇടും കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഭയങ്കര വിയർപ്പാണ്. ഈ സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ വെയിലായിരിക്കും. വെയിൽ പോകണമെങ്കിൽ ഒരു 5 മണിയൊക്കെ കഴിയണം. 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ, നല്ലൊരു കാറ്റൊക്കെ കാണും.
എനിക്കാണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ണേണ്ണുള്ളതുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അവിടെ ആണെങ്കിലും ഉണ്ണേണ്ണ എവിടെ പോകുമ്പോഴും ഉണ്ണേൻ്റെ കൂടെ പോകും കേട്ടോ. ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. പിന്നെ ചൂടും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാം. ലിപ് ബാമും കൂട്ടിട്ട് ഇത് പ്ലമ്മിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ചെറിയ ടിൻ്റൊക്കെ ആയിട്ട് ടിൻ്റഡാണ്. ഞാനിത് പ്രഗ്നൻസിയുടെ ആദ്യം മുതൽ യൂസ് ചെയ്യുന്നത്, തീരാറായി. നല്ലതായിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റായി കളറ്. മുടി പിന്നെ ഞാൻ കെട്ടില്ല കേട്ടോ. മുടിയൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ട്, കെട്ടി വെക്കാറില്ല, ഉണങ്ങിയിട്ട്. എനിക്കിപ്പോൾ ഈ സമയത്ത് കുടിക്കാൻ മുസംബി ജ്യൂസാണ് കേട്ടോ. അത് ഒറ്റ തവണ ഞാൻ ജ്യൂസ് അടിച്ച് കുടിച്ചതായല്ലോ, പിന്നെ അതങ്ങ് പറ്റി. പിന്നെ ഇത് തന്നെയായിരുന്നു. ഇത് കുടിക്കുമ്പോൾ കുഞ്ഞാ നല്ലപോലെ അനുഭവം കേട്ടോ. അതുകൊണ്ട് ഈ ജ്യൂസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇന്ന് ഡോളിമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പ്രിയ ചേച്ചിയും സൂര്യചേട്ടനും ഡോളിമോളും കൂടെ എറണാകുളത്തു നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് അപ്പുറത്ത് വല്യച്ഛൻ്റെ വീട്ടിൽ. അപ്പോൾ വല്യമ്മ ഇപ്പം വിളിച്ച് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഭയങ്കര ചൂടാണ്, വെയിലായതുകൊണ്ട് പയ്യെ അങ്ങോട്ട്. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ വീട്. ബർത്ത്ഡേക്കാരി വന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോകാട്ടെ ആണ് കേട്ടോ ഇവിടുത്തെ വെയിൽ. അങ്ങനെ ഇച്ചിരി നേരം അവിടെ പോയിരിക്കുമ്പോഴത്തേക്കും പ്രിയ ചേച്ചിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവർ വന്നിട്ടാണ് ഫുഡ് കഴിച്ചു. അവർ വന്നതും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഉണ്ണേട്ടൻ വീഡിയോ കോൾ ചെയ്തു കേട്ടോ. കുക്കച്ചനും ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര വണ്ടി ഓടിക്കലായിരുന്നു. അവനിപ്പോൾ എക്സ്പേർട്ടാണ് കേട്ടോ ആ ഗെയിമിൽ, കാർ റേസിങ്ങിൽ
നല്ലപോലെ വണ്ടി ഓടിക്കും. അവൻ ഒറ്റ തവണ കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ, അടിപൊളിയായി ഇപ്പോൾ ഓടിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചായയും സ്നാക്സും ഒക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അമ്മ 3:30-3:45 ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. ഞാൻ ഇച്ചിരി നേരം കിടന്നുകൊണ്ട് അമ്മ വന്നത് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഇച്ചിരി നേരം നടക്കാൻ വേണ്ടി വെളിയിലോട്ട് എന്നും ഇറങ്ങും കേട്ടോ. ഞാൻ പറയാം. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ മൊത്തം കണ്ടാവും കേട്ടോ. ഇവിടെ നല്ല രസമാണ് കാണാൻ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരും കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. ദിവസമൊന്നും വരത്തില്ല, ഇടയ്ക്ക് ഇങ്ങനെ വെളിയിലോട്ട് അങ്ങനെ. ഞാൻ കൂടുതലും മിക്കവാറും വീട്ടിൽ തന്നെയാണ് നടക്കുന്നത്, മുറ്റത്ത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്ന് നിന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളും. നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. ഫോട്ടോ എടുക്കണം. ഞാൻ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ എടുത്തോളൂ. ഫ്രണ്ടിൽ കൂടെ എടുക്കുക നടക്കണം. വെയിൽ എൻ്റെ മുഖത്ത് കൊടുക്കണ്ടോ? ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചൂടായതുകൊണ്ട് വൈകുന്നേരം എന്നും മേല് കഴുകിയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് വന്നു. ഇനി ഉറങ്ങാൻ പോകാനുള്ള സമയമായി. സമയം ഇപ്പോൾ 11:30 എന്നാലും ഞാൻ കിടന്നാലൊന്നും ഇപ്പോൾ ഉറങ്ങൊന്നുമില്ല കേട്ടോ. രാവിലെ ആവും ഉറക്കുന്നുണ്ട്. പിന്നെ ഉമ്മേടനെ വിളിക്കണം, ഇച്ചിരി നേരം സംസാരിച്ചിട്ട് കിടന്നു. അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗ് ഇത്ര ഉണ്ടോ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.